ഇലക്ട്രിക് വാഹന ചാർജിംഗ് മേഖലയിൽ നിന്ന് കെ.എസ്.ഇ.ബി. പിന്മാറുന്നു. ഇനി സ്വകാര്യ ഏജൻസികളുടെ കാലം. സംസ്ഥാനത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ നേരിട്ട് സ്ഥാപിക്കുന്ന പദ്ധതിയിൽ നിന്ന് കെ.എസ്.ഇ.ബി. പിന്മാറുകയാണ്. ഇനി മുതൽ സ്വകാര്യ ഏജൻസികൾ വഴിയാകും സംസ്ഥാനത്ത് ചാർജിംഗ് ശൃംഖല വിപുലീകരിക്കുക. നേരിട്ട് സ്റ്റേഷൻ സ്ഥാപിക്കുന്നില്ലെങ്കിലും പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി കെ.എസ്.ഇ.ബി. തുടർന്നും പ്രവർത്തിക്കും. പുതിയ നയമനുസരിച്ച് സ്വകാര്യ സംരംഭകർ സ്വന്തം നിലയിൽ പണം മുടക്കി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. ഇതിനായി കെ.എസ്.ഇ.ബിയുടെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെയും ഭൂമി വിട്ടു നൽകാൻ ബോർഡ് തയ്യാറാകും. ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു നിശ്ചിത വിഹിതം സർക്കാരിന് നൽകണമെന്ന വ്യവസ്ഥയിലാകും ഈ കൈമാറ്റം. കേന്ദ്ര സർക്കാരിന്റെ PME ഡ്രൈവ് പദ്ധതിയുടെ ഭാഗമായി 80% വരെ സബ്സിഡി നൽകിക്കൊണ്ട് കൂടുതൽ സ്വകാര്യ വ്യക്തികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കെ.എസ്.ഇ.ബിയുടെ ഈ പിന്മാറ്റം ചാർജിംഗ് സൗകര്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. BSNL, KSRTC തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തുന്നതോടെ കൂടുതൽ ഇടങ്ങളിൽ ചാർജിംഗ് പോയിന്റുകൾ എത്തും. ഇതോടെ ഇലക്ട്രിക് വാഹനയാത്രക്കാർ നേരിടുന്ന റേഞ്ച് ആശങ്കകൾക്ക് വലിയ പരിഹാരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും സ്വകാര്യ ഏജൻസികൾ വരുന്നതോടെ ചാർജിംഗ് നിരക്കുകളിൽ മാറ്റം വരുമോ എന്ന ആശങ്കയും ഉപഭോക്താക്കൾക്കിടയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.